100% KC ജയിക്കാതെ പിന്നെ ആര് ജയിക്കും? കാരണം KC ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയുടെ സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ കൂട്ടിയ ഒരാളായിരുന്നു KC വേണുഗോപാൽ. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന 2 പേര് കൂടിയാണ് എനിക്ക് ഓപ്പറേഷനുള്ള പൈസ കിട്ടിയത്. ഞാൻ മരണത്തെ നേരിട്ട സമയത്ത് എന്നെ സഹായിക്കാൻ കനിവ് തോന്നിയ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ KC. കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും എല്ലാം കൊണ്ടും പെടുത്തിരിക്കുക. കോൺഗ്രസിൽ തന്നെയാണ് പ്രതീക്ഷ. കോൺഗ്രസ് തന്നെ പ്രതീക്ഷ. KC ഉറപ്പായിട്ടും ചെയ്തിരിക്കും. കോൺഗ്രസ് തന്നെ ഭരണത്തിൽ അങ്ങനെ പറഞ്ഞല്ലോ, മാറ്റങ്ങൾ വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. അസാധ്യമെന്ന് കരുതത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. ആലപ്പുഴയിൽ ആര് ജയിക്കും? KC ജയിക്കും. KC ജയിക്കാൻ സാധ്യത ഷുവറാണോ? 100% KC ജയിക്കാതെ പിന്നെ ആര് ജയിക്കും? KC ഇവിടുത്തെ ഒരു മെയിൻ ആളാണ്. പുള്ളി ആണല്ലോ ഇത്ര വർഷം ജയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ BJPക്ക് വരെ വോട്ട് പിടിക്കും. കാരണം BJPക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്തവണ. ശോഭാ സുരേന്ദ്രൻ വന്നവരോട് ശക്തമായ ത്രികോണ മത്സരമായിട്ടുണ്ടോ? ആയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ത്രികോണ മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു അങ്ങനെ കാണുന്നത്. കാരണം പിന്നെ KCയുടെ തട്ടകമാണിത്. പിന്നെ KCക്ക് കുറച്ച് വോട്ട് ഇപ്പം ഇവിടെ ഇല്ലാത്തതിൻ്റെ പേര് ചിലപ്പോൾ കുറച്ച് വോട്ട് കുറഞ്ഞെന്നിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല. എന്നാലും 80% KC ജയിക്കാനാണ് ഒരു സാധ്യത. നമ്മുടെ ഈ പ്രാദേശികമായിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം KCയുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതോടുകൂടി അത് KCക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അത്രയും കൂടെ ബെനിഫിറ്റ് അല്ല, എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ രാഹുൽ ഗാന്ധിയൊക്കെ നേതൃത്വം ഒന്നും ഒരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും അവിടെ ഒരു ഭരണം കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും ഒരു മാറ്റം ഉണ്ടാവാൻ പറ്റും. ഇപ്പോൾ മോദി ഭരണം ചിലപ്പോൾ ഇനിയും തുടർന്ന് വന്നാൽ ഇവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നതായിരിക്കും ഗുണം എന്നൊക്കെ അവരുടെ ഒരു ടോക്കുണ്ടോ? തീർച്ചയായിട്ടും. അല്ല, അങ്ങനെയല്ലേ. നമുക്കൊരു കേന്ദ്ര ഭരണത്തിൽ ഒരാൾ ഇരിക്കുമ്പം, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളം കൂടെ കിട്ടുവാണെങ്കിൽ വളരെ നേട്ടം കേരളത്തിനുണ്ട്. ഇതുവരെ കേരളത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ ചുരുക്കമാണ്. ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വളരെ ചുരുക്കിയ വടക്കേ ഇന്ത്യ കിട്ടുന്നതിൻ്റെ 4-1 പോലും നമുക്കിവിടെ കിട്ടുന്നില്ല. പിന്നെ ഇപ്പം കിട്ടുവാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് കേരളത്തിന് വളരെ നേട്ടം ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണമൊക്കെ ആലപ്പുഴയിൽ എങ്ങനെയാണ് പോകുന്നത്? വളരെ ശക്തമായ രീതിയിൽ പോകുന്നുണ്ട്. പഴയതിനെക്കാട്ടി ഊർജിതമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടോക്ക് ഇവിടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ജയിച്ചില്ലെങ്കിൽ പോലും കുറച്ച് വോട്ടുകൾ കൂടുതൽ പിടിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അത് തന്നെയാണ് അഭിപ്രായം. KC ആണല്ലോ നേരത്തെ തൊട്ടേ. KC വികസന പ്രവർത്തനങ്ങളുമായിട്ട് വന്നിട്ട് ഇപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 20-19 കോൺഗ്രസ് പിടിച്ചില്ല. അതിനകത്ത് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. ആ സീറ്റിനകത്ത് കോൺഗ്രസിന് പറ്റിയ അപജയമാണ് പിന്നെ ഒരു സീറ്റ് CPM പോയത്. അത് തീർച്ചയായിട്ടും പിടിക്കും. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്നെങ്കിൽ മാത്രമേ ജനത്തിന് മൊത്തം ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ആ മാറ്റം നമുക്ക് ഇപ്പം പിന്നെ എന്താന്ന് പറയേണ്ടത് നമുക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും. അത് ഇടിച്ചു പിടിഞ്ഞ് ഓട്ടുള്ളൊരു സംഭവമായിട്ടാണ്. അത് മാറ്റം, സമഗ്രമായിട്ടൊരു മാറ്റം നമുക്ക് വേണം. മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം അത് കേന്ദ്ര ഒരു സർക്കാരിൻ്റെ ഒരു മാറ്റം വരണം. ഇല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ ജനങ്ങളിലേക്ക് ഇടിച്ച് ഏൽപ്പിക്കുന്ന ഒരു സംഭവമായിട്ടേ വരത്തുള്ളൂ. മോദി സർക്കാർ പരാജയം എന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് വിഭിന്നമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ കാണണം. ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, നമ്മുടെ ഈ നാട്ടിൻ്റെ പ്രശ്നങ്ങൾ കണ്ടമാനമുണ്ട്. ഇതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ ഇതരമായിട്ട് ഇനിയൊരു ഗവൺമെൻറ് മാറണം. ഇതുമായിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചിന്തിച്ചെങ്കിൽ ഒരു മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അങ്ങനെ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ള സംഭവം, ഭാരതല്ല ഇന്ത്യ. ഇന്ത്യ അല്ലയോ? അല്ലേ? നമ്മൾ ഇന്ത്യന്മാരല്ലയോ? അപ്പോൾ ഭാരതമുണ്ട് അല്ലേ? അപ്പോൾ ഇന്ത്യ ആയിട്ടെന്നുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാൻ പറ്റുള്ളൂ. ഇവിടെ KC ജയിക്കും 100%. അപ്പോൾ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരണം എന്നാണ് അപ്പോൾ ചേട്ടൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം? തീർച്ചയായിട്ടും. അതുപോലെ കേരളത്തിൽ 20-20 കോൺഗ്രസ് തൂത്തുവാരെന്നും പറയുന്നുണ്ട്. 100% നമ്മൾ പറയുന്നില്ല. അതിനടുത്ത് ഒരു 20-20 വരും. ഈ 19 എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മുടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താഴെ കെട്ടാൻ വേണ്ടിയല്ല. നമുക്ക് ഇനി കേന്ദ്രത്തിലൊരു ഭരണ സംവിധാനത്തിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ഒരു പ്രാതിനിധ്യം ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ MP കൂടുതലുണ്ടാകണം. മനസ്സിലായേ? ഉണ്ടായെങ്കിൽ പറ്റത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നല്ല സ്ഥാനാർത്ഥികളെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എല്ലാ
ക്ലബ്ബ് അംഗങ്ങളെ 65-75 എന്താ പുതിയ പിള്ളേരെ ജോയിൻ ചെയ്തുകൂടായോ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസ്സിലായാലും ഇവർക്കെല്ലാം പുതിയ പിള്ളേരെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല? ഇല്ലേ? 65-75 അങ്ങനെയുള്ള ആ സംഭവം മാറ്റിയിട്ട് പുതിയ പിള്ളേരെ ജോയിൻ ചെയ്യിക്കും നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ നേട് പുതിയൊരു ഇന്ത്യ ആയിട്ട് നമ്മൾ മാറണം. ഓക്കെ, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഏട്ടാ, താങ്ക് യു രണ്ടാൾക്കും താങ്ക് യു. ഓക്കെ, ആലപ്പുഴയിൽ ആര് ജയിക്കും എന്നാണ് ചേട്ടൻ്റെ ഉറപ്പാണോ? ഉറപ്പാണ്. എന്താണ് അതിന്റെ കാരണം? കാരണം KSയുടെ കോൺഗ്രസിന്റെ മണ്ഡലമാണ്. KSക്ക് വേരോട്ടോളം മണ്ണാണ്. KC തന്നെ ജയിക്കും. KSയിലേക്ക് ഉറപ്പാണ്. ഈ ശോഭാ സുരേന്ദ്രന്റെ കടന്നുവരവോടെ എന്തെങ്കിലും തരത്തിൽ ഒന്നും ഒരു പുല്ലും നടക്കില്ല. ഒരു പുല്ലും നടക്കില്ല. അപ്പോ ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്നും നോക്കി കാണാനില്ല. KS ജയിച്ചിരിക്കും. ഓക്കെ ഏട്ടാ, താങ്ക് യു. ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മേഖലയാണ് ആലപ്പുഴ എന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം. ശക്തമാണ്. പക്ഷെ അങ്ങനെയാണോ? അങ്ങനെ തോന്നുന്നില്ല. ആലപ്പുഴയിൽ ആര് ജയിക്കും? അപ്പോൾ ആലപ്പുഴയിൽ എന്ന് പറഞ്ഞാലേ ഇവിടുത്തെ ഒരു ഇതനുസരിച്ച് ഇവിടെ ആലപ്പുഴയുടെ സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ കൂട്ടിയ ഒരാളായിരുന്നു KC വേണുഗോപാൽ. അവിടെ രാഷ്ട്രീയമില്ലാതെ വോട്ട് കിട്ടും പുള്ളിക്ക്. പണ്ട് VM സുധീരൻ നിൽക്കുമായിരുന്നു ഇവിടെ. അതുപോലെ വ്യക്തിപരമായ വോട്ടുകളാണ് പുള്ളിക്ക് കിട്ടുന്നത്. അതുപോലെ KC വേണുഗോപാലിനാണ് സാധ്യത കൂടുതൽ. ആരിഫ് പിന്നെ 5 വർഷം ഇവിടെ MP ആയിരുന്നു. പുള്ളി അരികിലുണ്ടെന്ന് ഇപ്പോഴാണ് പറയുമ്പോൾ ഞങ്ങൾ അറിയുന്നത്. പുള്ളി അരികിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത്ര നാളെ എവിടെ ഇരുന്നു, അപ്പോൾ ഇല്ലായിരുന്നു. പിന്നെ ഇയാൾ പറഞ്ഞ ഹൃദയത്തിലാണെന്നാണ്. പക്ഷെ പിന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു CJPയുടെ സ്ഥാനാർത്ഥി അത് പറയാം. അത് KS രാധാകൃഷ്ണൻ എറണാകുളത്തേക്കാണ് പുള്ളിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നത്. അപ്പോഴാണ് ഷാനി മോള് തോറ്റിട്ട് ഇയാൾ ചെയ്തത്. അത് 186 മറ്റേ പിടിച്ചു പുള്ളി വോട്ട് പിടിച്ച്. പക്ഷെ അത്ര വോട്ട് ഈ ശോഭ പിടിക്കില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ കടന്നൊരു വലിയ ട്രെൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വലിയ ട്രെൻഡ് എന്നുള്ളതായിട്ട് ഇവിടെ അറിയില്ല. ഇവിടെ KC വേണുഗോപാലിനാണ് സാധ്യത. ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ്. പുള്ളിയുടെ ഭൂരിപക്ഷം കൂടുമോ എന്നുള്ളതാണ്. പുള്ളിയുടെ ഇപ്പോഴത്തെ പോസ്റ്റ് അനുസരിച്ച് പുള്ളിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടണം. എന്തായാലും പുള്ളിക്ക് വിലയുള്ള അല്ല. പുള്ളി വെറുതെ ജയിച്ചിട്ട് കാര്യമില്ല. പാലി ജയിച്ച എത്ര വോട്ടിനാ? നിസ്സാര വോട്ടിനല്ലേ കഴിഞ്ഞ പ്രാവശ്യം. എത്ര വോട്ട്? 38,000 വോട്ടിനൊക്കെ ജയിച്ചിരുന്ന ആളാണ് പുള്ളി. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത്രയും KC ഉറപ്പിച്ചിട്ടുണ്ട്. KC ഉറപ്പാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിലവിലെ കേരള സർക്കാരിൻ്റെ ഭരണത്തോടുള്ള ഒരു വിമുഖത ഇത്തവണ ഇലക്ഷനിൽ പ്രകടമാവും. അതല്ല മോനെ, അതിൻ്റെ അതൊരു കാര്യം. കഴിഞ്ഞ ഇലക്ഷനെ MLA ഇലക്ഷനെ നമ്മളിവർ ജയിക്കില്ലെന്നാണ് വിചാരിച്ചത്. അത്ര നല്ല ഭരണമായിരുന്നല്ല, സ്വർണം കാര്യങ്ങളൊക്കെ. ഇപ്പം എന്നിട്ട് അവർ ജയിച്ചില്ലേ? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ചിന്താഗതി വളരെ മോശമാണ്. ഇപ്പോൾ അവരുടെ പിന്നെ കിറ്റ് കൊടുത്തു, പിന്നെ പെൻഷൻ കൊടുത്തു. ഇപ്പോൾ പെൻഷൻ കണ്ട 7 മാസമായിട്ട് കൊടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടിന് എന്തൊക്കെ പറഞ്ഞാൽ അവർ 18 മാസം കൊടുക്കാണ്ട്. അപ്പോൾ നമ്മളെ അത് അവർ ഇപ്പം ഇവർ പറയുന്നത് അന്ന് ഉമ്മൻചാണ്ടി കൊടുത്തില്ല. അതല്ല, ഉമ്മൻചാണ്ടി അന്ന് കൊടുത്തില്ലെങ്കിൽ നമ്മൾ കൊടുക്കണം, മാറ്റം വരുത്തി കാണിക്കണം. അത് ഇവർ കാണിച്ചിട്ടില്ല. ഇത് പിന്നെ പിണറായി വിജയനെ പറ്റി എന്ത് പറയാനാണ്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ പിന്നെ നമ്മുടെ VS അച്യുതാനന്ദൻ വരെ വലിയ കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അഭിപ്രായം ചോദിക്കുന്നത് നിങ്ങൾക്കും അറിയാൻ പറ്റും. ഇവിടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇനിയപ്പോൾ ചേട്ടൻ തോന്നുന്നത് അങ്ങനെയുള്ള ചിന്താധികാരായ മലയാളികൾ ഇനി മൂന്നാം വട്ടവും മൂന്നാം വട്ടം ഇവർ സർക്കാർ CPM വന്നാൽ കേരളം ശ്രീലങ്ക പോലെ ആവും. ശ്രീലങ്കയുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഞാനടക്കം എല്ലാവരും കഷ്ടത്തിലാവും. നമ്മളൊക്കെ ഇത് അനുഭവിക്കേണ്ടി വരും. ഇനിയിപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇതിൽ വേറൊരു പാർട്ടി വന്നാലും ആ പാർട്ടി ഇവർ സമരം ചെയ്ത് നശിപ്പിക്കും. CPM സമരം ചെയ്യാൻ ഇത്രയും നല്ല മിടുക്കന്മാരായ ആൾക്കാരില്ല. നിങ്ങൾക്കറിയാമല്ലോ പഴയ സമരങ്ങളൊക്കെ ഇല്ലേ? മറ്റേ ഇത് വളയൽ എന്താണ് ഒറ്റ ദിവസം കൊണ്ട് അവർ തന്നെ നിർത്തി. എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ പോലും സ്ഥലമില്ലാണ്ടായി തിരുവനന്തപുരത്ത്. പിന്നെ ഒരു പെണ്ണ് വഴി അറിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ പൈസ തരുന്നതാണ്. കടകംപള്ളി സുരേന്ദ്രൻ പഴയ മന്ത്രിയായിരുന്നു. പുള്ളിക്കാട് പറഞ്ഞു, ഞാൻ 100 രൂപ തന്നാണ് നിങ്ങൾക്ക്, ഞങ്ങളുടെ വഴിയടയാൻ എന്തിനാണ് എന്ന് ചോദിച്ചാൽ. അപ്പോൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഇവർ നഷ്ടപ്പെടുത്തണം. മുഖ്യമന്ത്രിനെ തടയണേ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതതിൻ്റെ സമരത്തിൻ്റെ ഒരു മാതൃക വേണം. പിന്നെ കോൺഗ്രസ്സുകാർ സമരത്തിന് പുറകോട്ടാണ്, വളരെ പുറകോട്ടാണ്. അതെന്താ പറഞ്ഞാൽ അതൊരു ഐക്യക്കുറവുണ്ട് അതിൻ്റെ അകത്ത് എന്നുള്ളത് എൻ്റെ അഭിപ്രായം. മാധ്യമപ്രവർത്തകർക്കായാലും ജനങ്ങൾക്കായാലും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തേക്ക് എങ്ങനെയാണ് ജനം എന്നുള്ള നിലയിൽ നോക്കി കാണുന്നത്? ജനം എന്നുള്ള നിലയിൽ വളരെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് പുള്ളി. ഞാനിപ്പോൾ CPM-കാരനല്ലെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP-കാരനാണെങ്കിലും മുഖ്യമന്ത്രി നമ്മളെല്ലാവരും മുഖ്യമന്ത്രിയാണ്. പുള്ളിനെ പറ്റി മോശമായിട്ട് പറയാൻ പറ്റില്ല. ഒരുപാട് കേസെടുത്തിട്ടുള്ള നാളെ ഇരിക്കും പണിയിട്ടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. ഓക്കെ താങ്ക് യു. നല്ല അഭിപ്രായം.
ആലപ്പുഴയുടെ മൺതരിയുമായി അലിഞ്ഞു ചേർന്ന വ്യക്തിയാണ് ശ്രീ KC വേണുഗോപാൽ. ആളുകൾ വേദനിക്കുമ്പോൾ കൈ കൊടുത്തേച്ചും കൈ കാണിച്ചേച്ചും പോകുന്ന ആളല്ല വേണുഗോപാൽ സാർ. വേണുഗോപാൽ മാത്രമേ ആലപ്പുഴയിൽ നിന്ന് ജയിക്കുള്ളൂ. എനിക്ക് ഒരു അനുഭവം പറയാനുള്ളത്, എൻ്റെ പ്രത്യേകമായി നിന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് എന്നെ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കെട്ടിവെക്കാനുള്ള മുഴുവൻ പണവും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ ആരോടും നേതാക്കന്മാരോട് പൈസ ചോദിക്കുന്ന ആളല്ല, പറയാറുമില്ല. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരൻ അറിഞ്ഞ്, രാജേഷ് എന്ന് പറയുന്ന അറിഞ്ഞ്, ആ കൂട്ടുകാരൻ ശ്രീ KCയെ വിവരം അറിയിച്ച്, എൻ്റെ പേര് ജോസഫ് മണ്ണഞ്ചേരി എന്നാണ്, ഞാൻ ലിസി ആശുപത്രിയിൽ അഡ്മിറ്റാണെന്നും പണം കെട്ടിവെക്കാൻ കുറവാണെന്നും അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ആൾവശം അത്യാവശ്യമുള്ള പണം ആശുപത്രിയിൽ കെട്ടിവെക്കുവാനായി കൊണ്ടുവന്നു തന്നു. അങ്ങനെ അദ്ദേഹവും എൻ്റെ മറ്റൊരു സഹോദരൻ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന 2 പേര് കൂടിയാണ് എനിക്ക് ഓപ്പറേഷനുള്ള പൈസ കിട്ടിയത്. അങ്ങനെ KC കണ്ണീർ തുടയ്ക്കുന്ന ഒരു കൈയുള്ള മനുഷ്യൻ, ഒരു അനുതാപമുള്ള ഹൃദയം, അലിവുള്ളൊരു ഹൃദയമുള്ള മനുഷ്യനാണ് ശ്രീ KC വേണുഗോപാൽ. ഞാൻ വിമോചന സമരത്തിൽ കോൺഗ്രസ് നിൽക്കുന്നതാണ്. ഒത്തിരി കോൺഗ്രസ് പ്രവർത്തകന്മാരെ എനിക്ക് പരിചയമുണ്ട്. പലരും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിലും കൈ തന്നേച്ചും കൈയും കുലുക്കി പോകുന്നവരാണെന്നല്ലാതെ ആരെയും സഹായം ഞാൻ ചോദിച്ചിട്ടില്ല, തന്നിട്ടുമില്ല. പക്ഷേ KC അതല്ല. ആരോ അറിഞ്ഞിട്ട് ഞാൻ മരണത്തെ നേരിട്ട സമയത്ത് എന്നെ സഹായിക്കാൻ കനിവ് തോന്നിയ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ KC. ഈ ശോഭാ സുരേന്ദ്രന്റെ കടന്നുവരവ് എന്തെങ്കിലും ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ടുണ്ടോ അവിടെ? ഒന്നുമില്ല. ഇവർ ധാരണ മാത്രമേ ഉള്ളൂ ഞങ്ങൾ കിട്ടുമെന്നുള്ള. KC തന്നെയുള്ള ആലപ്പുഴയിലെ ട്രെൻഡ് KCക്കുള്ളതാണ് ഉറപ്പായിട്ടും. അപ്പോൾ നിലവിലെ ഭരണത്തോടുള്ള ഒരു എതിർപ്പ് ഈ ഇലക്ഷന് പ്രകടമാവും? ഉറപ്പായിട്ടും. ജനങ്ങൾ അത്ര വെറുത്തിരിക്കുകയാണ്. കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും എല്ലാം കൊണ്ടും വെറുത്തിരിക്കുക. അപ്പോൾ കോൺഗ്രസിൽ തന്നെയാണ് പ്രതീക്ഷ? കോൺഗ്രസ് തന്നെ പ്രതീക്ഷ. KC ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. ഓക്കേടാ, താങ്ക് യു. എങ്ങനെയുണ്ട് ഇവിടെ പൊതുവായിട്ടുള്ളൊരു ട്രെൻഡ്? ആര് ജയിക്കുമെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? സാഹചര്യമുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ ആര് ജയിക്കുന്ന തോന്നുന്നത്? എൻ്റെ മനസ്സിൽ KC വേണുഗോപാൽ ജയിക്കുന്നതിനെ വന്നത്. എന്താണത് അതിന് കാരണമായിട്ട് പറയുന്നത്? കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കേരളത്തിൻ്റെ പിണറായിയുടെ ഭരണം ഒന്ന്, രണ്ടാമത് ആരിഫ് ഈ ജനങ്ങളോട് ഈ നാട്ടിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ജയിപ്പിച്ചിട്ട് തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെയുള്ള കാരണങ്ങൾ KCക്ക് ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഉള്ള ഭരണത്തിനെതിരെയുള്ള ഒരു വികാരം ഈ ഇലക്ഷൻ ഉറപ്പായിട്ടും കാണും. തീർച്ചയായിട്ടും. അത്രത്തോളം പൊറുതിമുട്ടിയോ ജനങ്ങൾ? അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി ശക്തമായ ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം തന്നെയാണോ? ത്രികോണ മത്സരം കാണും. എന്നാലും BJP 3ാം സ്ഥാനത്തായിരിക്കും. ഓക്കെ, അങ്ങനെ തന്നെ LDFും UDFും തമ്മിലുള്ള മത്സരമാണ് കാണുന്നത് അല്ലേ? അപ്പോൾ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം എങ്ങനെ പോകുന്നു ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ വരവിനെ കുറിച്ചൊക്കെയുള്ള? വരവിന് BJPക്ക് ഒരു മുൻതൂക്കം കിട്ടും, ജയിക്കത്തില്ല. 3ാം സ്ഥാനത്ത് ഇച്ചിരി വോട്ട് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ ചേട്ടാ, ആലപ്പുഴയിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. KC വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, ആരിഫ്, ഈ 3 പേരും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണെന്നാണ് പറയുന്നത്. ആര് ജയിക്കുന്നു പോലും പലരും ചോദിച്ചപ്പോൾ അറിയില്ല, അത്രയും കട്ടയ്ക്ക് പോരാട്ടമാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണോ ശരിക്കും? അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെന്ന്. പക്ഷേ എൻ്റെ ഒരു നിഗമനം എന്ന് വെച്ചാൽ KC വേണുഗോപാൽ തന്നെ ജയിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് പറയാൻ എന്തായിരിക്കും പറയാൻ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മുമ്പ് നടത്തിയിരുന്ന വികസനങ്ങൾ അതുപോലെയായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ നിന്നിട്ട് ആരിഫാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആരിഫിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആരിഫിൻ്റെ പ്രവർത്തനങ്ങളെ എനിക്ക് അതിനെ ഒരു ഇത് ഉൾക്കൊള്ളിക്കും. നമ്മൾ പണ്ടേ പോലെ കണ്ടുവരുന്ന പുള്ളിയുടെ ഒരു ശൈലി ആയതുകൊണ്ട് നമ്മളങ്ങനെ KC വേണുഗോപാലിൻ്റെ ശൈലിയാണ്. അപ്പോൾ ഒരു ദേശീയ നേതാവ് കൂടിയാവാൻ കെൽപ്പുള്ളൊരു നേതാവും കൂടിയാണ് KC. അപ്പോൾ KCനെ തന്നെയാണ് ആലപ്പുഴക്കാർക്ക് വിജയിപ്പിക്കാൻ താല്പര്യം എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ചേട്ടൻ നിലവിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ളൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ചേട്ടൻ പറയുക? 2ാം വട്ടം കയറി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിൽ തൃപ്തനാണോ? തൃപ്തനാണെന്ന് വെച്ചാൽ പകുതിയെ പറ്റത്തുള്ളൂ, ഫുള്ളായിട്ട് തൃപ്തീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു 3ാം വട്ടം LDF ഗവൺമെൻറ് വരുമെന്ന് തോന്നുന്നുണ്ടോ കേരളത്തിൽ? അറിയില്ല. പക്ഷേ ഈ പുള്ളിയുടെ കാര്യത്തിൽ എനിക്കെന്തോ ഇതുണ്ട്. കാര്യം KC വേണുഗോപാൽ ജയിക്കും എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം. കോൺഗ്രസ് തന്നെ ഭരണത്തിൽ വരും അങ്ങനെ വരണമല്ലോ. വരണം അല്ലേ? അതാണ് മാറ്റങ്ങൾ വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടക്കത്തുള്ളൂ നാട്ടിൽ. അതെ, ഒരേ ഇത് തന്നെ പോയിട്ട് കാര്യമില്ല. കാര്യമില്ല. ഓക്കെ ഏട്ടാ, താങ്ക് യു.
എങ്ങനെയുണ്ട് ആലപ്പുഴയിലൊരു പൊതുവായിട്ടുള്ളൊരു ട്രെൻഡ്? ട്രെൻഡ് എല്ലാവരും ഒരേപോലെ തന്നെ. എനിക്ക് തോന്നുന്നു പാർട്ടിക്കാരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം ഇത്തിരി പുറകോട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ആരിഫിന്റെ പ്രചരണങ്ങൾ അത്ര പോരെ? ഇവിടങ്ങളിൽ ഞാൻ നോക്കിയിട്ട് അങ്ങനെയാണ് കാണുന്നത്. ബാക്കിയുള്ളിടത്ത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. കോൺഗ്രസും BJP തമ്മിലാണോ ഇപ്പോൾ പോരാട്ടം? ഇപ്പം ഇവിടെ ഞാൻ നോക്കിയിട്ട് ശോഭയുടെ ഇതാണ് കൂടി നിൽക്കുന്നത്. ഇനി പിന്നെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റിയല്ലോ. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ശോഭാ സുരേന്ദ്രൻ അത്രത്തോളം അല്ല, അങ്ങനെയല്ല. ഇവിടുത്തെ ഈ പ്രചാരണ ഇവരുടെ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞത്. ഓഹോ, നല്ല പ്രചരണം. KCയുടെ അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ ഒരു ഇഷ്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? അത് അങ്ങനെ പറയാനൊന്നും പറ്റിയല്ല. എല്ലാം ആൾക്കാരുടെ ഈ മനസ്സിരിപ്പല്ലേ. ഇപ്പോൾ നിലവിലത്തെ ഒരു ഭരണ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള നിലവിൽ KCക്കാണ് ഇതുള്ളത്. അല്ല, മൊത്തത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭരണവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഭരണം എന്ന് പറഞ്ഞാൽ എന്നെ നാറിയ ഭരണമെന്ന് പറയാൻ പറ്റിയല്ല. ഇതുപോലെ അഴിമതി പിടിച്ച എത്ര കോൺഗ്രസ്സുകാർ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ, നല്ല നയനാർ, PS, അങ്ങനെ EMS, അങ്ങനെ എത്ര പേര് ഭരിച്ചു. ഇയാളെപ്പോലെ ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു ഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് 10-78 വയസ്സുണ്ട്. ഇന്ന് വരെ നമ്മൾ കാണാത്ത ഒരു അന്തരീക്ഷമാണ്. ഒരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഒരു വിധത്തിലും ജീവിക്കാനും പറ്റില്ലാത്ത ഒരു അവസ്ഥയാണ്. എല്ലാ വിധത്തിലും അത്രത്തോളം ബാധിക്കുന്നുണ്ടല്ലേ സാധാരണക്കാരനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയല്ലേ. അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. ഉണ്ടാക്കി വെച്ചവർക്കെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഞങ്ങളെപ്പോലുള്ളവരാണ് കിടന്ന് വെള്ളം കുടിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രതിസന്ധി ഇപ്പം നേരിടേണ്ടി വരുന്നത്? സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഒരവസ്ഥയിലാണ്. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അതുകൊണ്ട് പെൻഷന് മാത്രം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഭരണത്തിനെതിരെയുള്ള ഒരു വോട്ട് കുത്തലായിരിക്കും. അത് മിക്കവാറും അങ്ങനെ വരുള്ളൂ അല്ലേ? അത് പാർട്ടിക്കാർ പോലും ചെയ്യുമെന്ന് തോന്നണില്ല. സ്വന്തം പാർട്ടിക്കാർ പോലും ചെയ്യില്ല. അങ്ങനെയാണ്. ഈ കഴിഞ്ഞിടക്ക് ഓരോരുത്തരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പക്കാ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ വോട്ട് ചെയ്യില്ലെന്നായി ഇവർക്ക്. അത്രത്തോളം അവർ പോലും വെറുത്തു എല്ലാം